വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 13-18 മുതൽ 22 വരെ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശ്യം? ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു? ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ തോട്ടത്തിൽ ഇട്ട കടുകുമണിയോട് അത് സദൃശ്യം. അത് വളർന്ന് വൃക്ഷമായി. ആകാശത്തിലെ പക്ഷികളും വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന സന്ദേശമാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷയുടെ ആദ്യം വിളിച്ചു പറഞ്ഞത്. ഇതേ കാര്യം തന്നെയാണ് യേശുവും തൻ്റെ ശുശ്രൂഷയിൽ ചെയ്തത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് താൻ ആളുകളോട് സംസാരിച്ചു. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ പല പ്രത്യേകതകളെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. ദൈവരാജ്യത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും സവിശേഷതകളും ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പല ഉപമകൾ പറഞ്ഞു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ നിലയിൽ പല ഉപമകൾ മത്തായി വിവരിച്ചിട്ടുണ്ട്. ലൂക്കോസ് 13-ാം അധ്യായത്തിൽ അത്തരത്തിലുള്ള 2 ഉപമകൾ എഴുതിയിരിക്കുന്നു. അതാണ് നാം ഇവിടെ വായിച്ചത്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളെ വിശദീകരിക്കുന്ന ഉപമകൾ. പല ഉപമകളും താൻ പറഞ്ഞത് ഒരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് താൻ ഉപമകൾ പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷത കേൾവിക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് താൻ ആ ഉപമ പറഞ്ഞത്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നാം ഈ ഭാഗം വായിക്കുമ്പോൾ. ഇവിടെ താൻ ആദ്യം പറയുന്നു, ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ തോട്ടത്തിലിട്ട കടുകുമണിയോട് അത് സദൃശ്യം. ഇതിൻ്റെ അർത്ഥം ദൈവരാജ്യം കടുകുമണി പോലെയാണ്, കടുകുമണി പോലെ ചെറുതാണ് എന്നൊക്കെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ചില അർത്ഥങ്ങൾ എടുക്കാമെങ്കിലും യേശു പറഞ്ഞത് എന്താണ് എന്ന് വിശദമായി നാം പരിശോധിച്ചാൽ, ആ കടുകുമണി ഒരു മണ്ണിലിട്ടു, അത് വളർന്ന് വൃക്ഷമായി. അതുപോലെയാണ് ദൈവരാജ്യം എന്നാണ് യേശു പറയുന്നത്. നാം എല്ലാം കടുക് കണ്ടിട്ടുണ്ട്. കടുക് വളരെ ചെറിയ ഒരു വിത്താണ്. പല ആളുകളും ഈ കടുക് എന്ന് കർത്താവ് പറഞ്ഞ അത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കടുകല്ല, മറ്റേതോ ഒരു വൃക്ഷമാണ്, അതിൻ്റെ വിത്താണ് എന്ന് പറയുന്നു. ചിലർ പറയുന്നത് കടുകിനേക്കാൾ ചെറിയ വിത്താണ്, അതായത് നമ്മുടെ ചീരയുടെ വിത്ത്, അല്ലെങ്കിൽ നമുക്ക് പ്രഥമ ദൃഷ്ട്യ കാണാൻ കഴിയാത്തത്ര ചെറുതായ വിത്തുകൾ, അത്തരത്തിലുള്ള ഒരു വിത്താണ്. കാരണം ഒരു ഗാർഡൻ പ്ലാന്റിൻ്റെ വിത്താണ് എന്നാണ് പലരും പറയുന്നത്. അതെന്തുമാകട്ടെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ വിത്ത് വളരെ ചെറുതായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള കടുകാണെങ്കിലും അല്ല അവരുടെ നാട്ടിലുള്ള മറ്റേതെങ്കിലും ഒരു ചെടിയുടെ വിത്താണെങ്കിലും ഇത് വളരെ ചെറുതായിരുന്നു. ഈ വളരെ ചെറിയ വിത്ത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ തോട്ടത്തിൽ ഇട്ടു എന്നാണ് യേശു പറഞ്ഞത്. നട്ടതാണ്, അല്ലാതെ അതവിടെ വീണതല്ല. ആ ഇട്ടയാൾക്ക് ഈ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചെടിയുടെ പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോഴുള്ള വലിപ്പത്തെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താനത് ഇട്ടത്. ഈ വിത്ത് വളർന്നു ഒരു വൃക്ഷമായി. അതിൻ്റെ അർത്ഥം വളരെ ചെറിയ ഈ വിത്തിൽ നിന്നും വളരെ വലിയൊരു വൃക്ഷമുണ്ടായി എന്നാണ്. നമുക്കറിയാം, കടുക് എന്ന ഒരു വിത്ത് ഒരു പക്ഷിക്ക് കൊത്തി തിന്നാവുന്നതേ ഉള്ളൂ. അത് അതിൻ്റെ ഭക്ഷണമാകാൻ സാധ്യതയുള്ളതാണ്. അത്ര നിസ്സാരമാണ്, അത്ര ചെറുതാണ്.
ഒരുപക്ഷെ ഒരു പക്ഷി പോലും ഇത് കണ്ടെന്ന് പോലും വരികയില്ല, അത്ര ചെറുതാണ്. ഒരുപക്ഷെ ഉറുമ്പ് ഈ വിത്തിനെ തിന്നു എന്ന് വരാം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ചീരയുടെയോ മറ്റ് ചെറിയ ചില ധാന്യങ്ങളുടെയോ വിത്ത് വിതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരി കൂടെ ഇടും. കാരണം ഈ വിത്ത് ഉറുമ്പ് വന്ന് തിന്നാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ അരിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ടാൽ ഉറുമ്പ് ആദ്യം വന്ന് പഞ്ചസാര എടുക്കും. ഉറുമ്പ് പഞ്ചസാര കൊണ്ടുപോയി കഴിഞ്ഞ് വിത്തെടുക്കാൻ വരുമ്പോഴേക്കും വിത്ത് കിളിർക്കും. അങ്ങനെ വിത്തിനെ സംരക്ഷിക്കാറുണ്ട്. അതുപോലെയാണ് ഈ കടുക് എന്ന വിത്തും. ഇതിനെ ഒരു പക്ഷി തിന്നാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അത് വളർന്ന് വൃക്ഷമായി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഇതിനെ കൊത്തി തിന്നാൻ കഴിയുമായിരുന്ന പക്ഷി, ആ പക്ഷികൾ ഇപ്പോൾ വന്ന് ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ ഇരിക്കുകയാണ്. വളരെ ചെറിയ ഒന്ന് വളരെ വലുതും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതുമായ ഒന്നായി മാറി. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു ഇത് പറയുമ്പോൾ 20 നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന നമുക്കിത് മനസ്സിലാവും. കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ, നമ്മൾ പ്രവചന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അവനെ കണ്ടാൽ യാതൊരു രൂപഗുണവുമില്ലായിരുന്നു, കോമളത്വമില്ലായിരുന്നു. യേശുവിനെ യഹൂദന്മാർ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിൻ്റെ മുമ്പിലും ഹെരോദാവിൻ്റെ മുമ്പിലുമൊക്കെ കൊണ്ടുപോയത്, ഇവൻ റോമൻ സാമ്രാജ്യത്തിനൊരു ഭീഷണിയാണ്, അതുകൊണ്ട് ഇവനെ ഇല്ലാതാക്കണം എന്നാണ് അവരോട് പറഞ്ഞത്. ഇവൻ രാജാവാണെന്ന് പറഞ്ഞു, ഇവൻ കൈസർക്കെതിരെ മത്സരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു എഴുത്തുകാരൻ യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശുവിനെ കണ്ട ആളുകൾ സാക്ഷ്യം പറയുന്നതായി തൻ്റെ ഭാവനയിൽ എഴുതിയിട്ടുണ്ട്. ഐ വിറ്റ്നസസ്, ദൃക്സാക്ഷികൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഹെരോദാവും പീലാത്തോസും രണ്ടുപേരും യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവരുടെ വീക്ഷണത്തിൽ എഴുതിയിരിക്കുകയാണ്. ഭാവനയാണ്. എങ്കിലും ആ പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. യേശുവിനെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവനെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പറഞ്ഞു, രാജാവാണെന്ന് പറഞ്ഞ് കൈസർക്കെതിരെ മത്സരിക്കുന്ന ഒരുത്തനെയാണ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, അവനെ ശിക്ഷ കൊടുക്കണം, അതിനാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് യേശുവിനെ കെട്ടപ്പെട്ടവനായി പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പീലാത്തോസ് പറയുകയാണ്, ഇവരെന്തൊക്കെ പറഞ്ഞാലും ഇവനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഗലീലക്കാരൻ റോമൻ ഗവൺമെൻറ്റിന് ഒരു ഭീഷണിയല്ല, കൈസർക്കൊരു ഭീഷണിയല്ല. ദേഹം മുഴുവൻ മുറിവേറ്റ് ക്ഷീണിതനായി കെട്ടപ്പെട്ടവനായി വിവസ്ത്രനായി നിൽക്കുന്ന ഈ മനുഷ്യൻ, അവനെങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തനായ ചക്രവർത്തിക്ക് ഒരു ഭീഷണിയാകും? പീലാത്തോസ് വളരെ പുച്ഛത്തോടെയാണ് ആളുകളുടെ ആരോപണങ്ങളെ കേട്ടത്. പീലാത്തോസിന് മനസ്സിലായി ഇത് നിസ്സാരനായ ഒരുത്തനാണ്. അതുതന്നെയാണ് ഹെരോദാവും ചെയ്തത്. ഹെരോദാവിൻ്റെ മുമ്പിൽ ഇവൻ രാജാവാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ ഹെരോദാവ് അവൻ്റെ ഉടുപ്പൂരി അവനെ ഇടിച്ച് അവനെ കളിയാക്കി, നിസ്സാരനാക്കി എന്നാണ് വായിക്കുന്നത്. ഇതാണ് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചത്. പക്ഷേ ഞാൻ താങ്കളോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പീലാത്തോസിനെക്കുറിച്ചും ഹെരോദാവിനെക്കുറിച്ചും സംസാരിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? പീലാത്തോസ് ലോക ചരിത്രത്തിൽ ഒരു സംഭാവനയും നൽകിയിട്ടില്ല. മഹാനായ പീലാത്തോസൊന്നുമല്ല, ഒരു സാധാരണ ഗവർണറായിരുന്നു. ഹെരോദാവും അങ്ങനെ തന്നെ. പാലസ്തീൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്ത് കൈസർ ചക്രവർത്തിയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ്, അത്രയേ ഉള്ളൂ. അതിലും വലിയ പ്രാധാന്യമൊന്നും ഹെരോദാവിനും ഉണ്ടായിരുന്നില്ല. എന്നാൽ 20 നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴും ഹെരോദാവിനെക്കുറിച്ചും പീലാത്തോസിനെക്കുറിച്ചും സംസാരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ കെട്ടപ്പെട്ടവനായി നിന്ന ഒരു ഗലീലക്കാരനാണ്. അന്ന് അവന് യാതൊരു പ്രാധാന്യവുമില്ലായിരുന്നു. ഒരു കടുകുമണി, ഒരു പക്ഷിക്ക് കൊത്തി തിന്നാൻ സാധിക്കുന്നതിലും ചെറുതായ ഒരു കടുകുമണി. അവർ അതിന് യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല, അവരവനെ ഗവനിച്ചില്ല. എന്നാൽ ആ ഗലീലക്കാരൻ നസ്രായനായ യേശുവിൻ്റെ മാർഗം വളർന്നു. അത് വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ നിറഞ്ഞു.
അതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള എല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്നോ എന്നൊന്നുമല്ല. പക്ഷേ ചരിത്രം പീലാത്തോസിനെയും ഹെരോദാവിനെയും അറിയുന്നത് യേശുവിൻ്റെ കെയർ ഓഫിലാണ്. ആ കടുകുമണി വളർന്ന് വൃക്ഷമായതുകൊണ്ടാണ് പീലാത്തോസിനെക്കുറിച്ചും ഹെരോദാവിനെക്കുറിച്ചും നാം ഇന്ന് സംസാരിക്കുന്നത്. യേശു പറഞ്ഞു, ഇങ്ങനെയാണ് ദൈവരാജ്യം. വളരെ ചെറിയൊരു തുടക്കമായിരിക്കും, പക്ഷേ ഇതിൻ്റെ വളർച്ച അസാധാരണമായിരിക്കും. അസാധാരണമെന്ന് പറഞ്ഞാൽ ഇതിനെ നശിപ്പിക്കാൻ നോക്കിയവർ, ഇതിൻ്റെ ശത്രുക്കളായിരുന്നവർക്ക് പോലും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകും. ചരിത്രം നോക്കിയാൽ, എന്തിന്, നമ്മുടെ നാട്ടിലെ തന്നെ ചരിത്രം നോക്കിയാൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ മാർഗത്തെ ഉപദ്രവിക്കുന്നവർ, ക്രിസ്തു മാർഗം പ്രസംഗിക്കുന്നവർ, അവർ ഈ നാട് വിട്ടു പോകണമെന്ന് പറയുന്ന ആളുകളുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഈ രാജ്യത്ത് ജീവിക്കേണ്ട, അവർ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കണം എന്ന് പറയുന്നവരുണ്ട്. ഈ പറയുന്ന ആളുകൾ പഠിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ വളരെ രസകരമായ ചില ഉത്തരങ്ങളാണ് കിട്ടുക. അവർ പഠിച്ചത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ. വിചിത്രമായി തോന്നുന്നു അല്ലേ? യേശുക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ച ആളുകൾ, അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനും ശ്രമിച്ചു. അതുകൊണ്ടാണ് സമൂഹത്തിലുള്ള ആളുകൾക്ക് നന്മ വരേണ്ട കാര്യങ്ങൾ നാം ചെയ്യണം എന്നവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവർ പള്ളി മാത്രമല്ല പണിതത്, പള്ളിക്കൂടങ്ങളും പണിതു, കോളേജുകൾ പണിതു, രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി ആശുപത്രികൾ പണിതു. ആശുപത്രികൾ അവർ അവരുടെ സേവന രംഗങ്ങളാക്കി മാറ്റി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര സേവനത്തിനുള്ള സ്ഥാപനങ്ങളും അനാഥശാലകളും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന അനേക കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മാർഗം വിശ്വസിച്ച ആളുകൾ ചെയ്തു. അവിടെയൊക്കെ പഠിച്ച് അവരുടെയൊക്കെ സേവനം സ്വീകരിച്ച ആളുകളാണ് ഇപ്പോൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തവർ നാട് വിട്ടു പോകണം, ഇവർ ഈ നാടിന് ആപത്താണ്. എന്തുമാകട്ടെ, ഇവിടെ യേശു പറഞ്ഞത് വളരെ ചെറിയ തോതിൽ തുടങ്ങുന്ന ദൈവരാജ്യം അത് വളർന്ന് വലിയ വൃക്ഷമാകും. അതിനെ തിന്നുകളയാൻ ഒരുങ്ങിയവർ, അതിനെതിരെ പ്രവർത്തിച്ചവർ, അവർക്ക് പോലും ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ വന്നിരിക്കാൻ സാധിക്കും. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് ചരിത്രത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലും വാസ്തവമാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു വിത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വീഴുന്നു എന്നാണ്. വിത്ത് വളരെ ചെറുതാണല്ലോ, അത് ഏത് വിത്താണെങ്കിലും ആ വൃക്ഷത്തെക്കാൾ ചെടിയേക്കാൾ ചെറുതായിരിക്കും അത്. എന്നാൽ അത് ആ ഹൃദയത്തിൽ വീണ് വളർന്നു കഴിയുമ്പോൾ അത് വളരെയധികം വലുതാവും. ക്രമേണ അത് വളരും. അതിൻ്റെ സ്വാധീനം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും. വളരെ പ്രകടമായൊരു രൂപാന്തരം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനം വന്നതിനെയും തൻ്റെ ജീവിതത്തിലുണ്ടായ മാനസാന്തരത്തെയും ഒക്കെ എതിർക്കുന്ന ആളുകൾക്ക് പോലും പ്രയോജനമുണ്ടാകും. ഇത് വാസ്തവമല്ലേ? ക്രിസ്തു വിശ്വാസിയായി തീർന്ന ആളുകളെ എതിർത്തവർ, ഉപദ്രവിച്ചവർ, പിന്നീട് അവരുടെ തന്നെ സഹായം നേടിയ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. യേശു പറഞ്ഞു, ദൈവരാജ്യം കടുകുമണി പോലെയാണ്, അത് വളർന്ന് വലിയ വൃക്ഷമായി തീരും. രണ്ടാമത് താൻ പറയുന്നത് അത് പുളിച്ച മാവ് പോലെയാണ്. പുളിച്ച മാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല, എങ്കിലും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഉണ്ടാക്കുവാനായി മാവ് അരച്ചു വയ്ക്കും, അതിൻ്റെ കൂടെ ഒരല്പം പുളിച്ച കള്ളോ ഈസ്റ്റോ നമ്മൾ ചേർക്കും. ഇവിടെ യേശു പറയുന്നത്, ഒരു സ്ത്രീ അത് എടുത്ത് 3 പറ മാവിൽ ചേർത്തു. 3 പറ മാവ് എന്ന് പറഞ്ഞാൽ 21-22 ലിറ്ററുണ്ട്. അത്രയും മാവ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സാധാരണക്കാരുടെ വീടല്ല, വളരെയധികം മാവുണ്ട്. എന്നാൽ ഇത്രയധികം മാവ് അതിന് പുളിപ്പില്ല, അത് പൊങ്ങിയിട്ടില്ല. അത് പുളിക്കുവാനും പൊങ്ങുവാനും വേണ്ടിയാണ് ഈ പുളിപ്പ് ചേർക്കുന്നത്. ഈ പുളിപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഉണ്ടാക്കാൻ കള്ള് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ ഈസ്റ്റിൻ്റെ അളവ് വളരെ കുറവാണ്. അത് മാവിൽ ചേർത്ത് അടക്കി വയ്ക്കും. പക്ഷേ പിറ്റേ ദിവസം ആ മാവ് മുഴുവൻ പുളിക്കും, ആ മാവ് മുഴുവൻ പൊങ്ങി വരും. അതാണ് പുളിപ്പിൻ്റെ പ്രത്യേകത.
പുളിപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. പിറ്റേ ദിവസം എടുത്ത് നോക്കിയാലും പുളിപ്പിന് അളവ് അധികം കൂടിയിട്ടൊന്നുമില്ല. പുളിപ്പ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ ഈ പുളിപ്പ് 3 പറ മാവിനെ മുഴുവൻ പുളിപ്പിക്കും. ഒന്നാമത്തെ ഉപമയിൽ ഒരു വിത്ത് വളർന്നു വലിയൊരു വൃക്ഷമാകുന്ന കാര്യമാണ് യേശു പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ ഉപമയിൽ താൻ പറയുന്നത് ഈ പുളിപ്പ് അല്പമേ ഉള്ളൂ. ഇന്ന് അല്പം ഒഴിച്ചു വയ്ക്കുന്ന പുളിപ്പ് നാളെയാകുമ്പോൾ അധികം പുളിപ്പൊന്നും ആകുകയില്ല. പുളിപ്പ് അത്രയും തന്നെ ഉള്ളൂ. എന്നാൽ ഈ അല്പമുള്ള പുളിപ്പ് അത് 3 പറ മാവിനെ മുഴുവൻ സ്വാധീനിക്കും. 3 പറ മാവ് മുഴുവൻ പുളിക്കും. 3 പറ മാവ് മുഴുവൻ പൊങ്ങും. ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവരാജ്യം പ്രസംഗിക്കുന്നവർ, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായവർ, അവർ ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു ഭൂരിപക്ഷമായിരിക്കില്ല. ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നാം അതിനെക്കുറിച്ച് വിശദമായി പഠിക്കും. അവർ എപ്പോഴും ഒരു മൈനോറിറ്റി ആയിരിക്കും, ഒരു ന്യൂനപക്ഷമായിരിക്കും. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിൽ ഭൂരിപക്ഷമാകില്ല. അതൊരിക്കലും ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഈ ചുരുക്കം ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ സമൂഹത്തിനും ലോകത്തിനും ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളെല്ലാവരും രാജാ റാം മോഹൻ റായ് എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യയിൽ സതി എന്ന സമ്പ്രദായം നിർത്തലാക്കിയത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കൂടെ സഹായത്തോടെയാണ് അത് ചെയ്തത്. ചരിത്ര പുസ്തകം പറയുന്നു രാജാ റാം മോഹൻ റായ് സതി നിർത്തലാക്കി. പക്ഷേ ചരിത്ര പുസ്തകങ്ങൾ പറയാത്ത ഒരു സംഭവമുണ്ട്. ഈ രാജാ റാം മോഹൻ റായ്ക്ക് ബ്രിട്ടീഷുകാരനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാരൻ തൻ്റെ സ്വന്തം രാജ്യത്ത് വലിയ ജോലിയും ചെയ്തിരുന്ന ആളല്ല. അദ്ദേഹം കീറിപ്പോയ ഷൂസ് തയ്ക്കുന്ന ഒരാളായിരുന്നു. ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളല്ല, കീറിയ ഷൂസ് തയ്ക്കുന്നയാൾ. വില്യം എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ ദൈവവചനം വായിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഈ ബൈബിൾ ഇല്ലാത്ത ഭാഷകളിൽ അത് തർജ്ജിമ ചെയ്ത് അവിടെയുള്ള ആളുകളും ഇത് വായിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു കപ്പൽ കയറി ഇന്ത്യയിൽ വന്നു, ബംഗാളിൽ വന്ന് ജീവിച്ചു. താൻ ബംഗാളി, സംസ്കൃതം, മറാത്തി തുടങ്ങിയ അനേക ഭാഷകൾ പഠിച്ചു. താൻ ആ ഭാഷകളിലേക്കൊക്കെ ബൈബിൾ വിവർത്തനം ചെയ്യുവാൻ തുടങ്ങി. മാത്രമല്ല വില്യം സംസ്കൃതം പഠിച്ചു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതത്തിൻ്റെ പ്രൊഫസറായി മാറി. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചരിത്രത്തിലൊന്നും വില്യത്തിനെക്കുറിച്ച് നാം വായിക്കാറില്ല. കാരണം അയാളൊരു ബ്രിട്ടീഷുകാരനാണല്ലോ. ഏതായാലും ഈ വില്യം ഇന്ത്യയിൽ നടക്കുന്ന സതി എന്ന സമ്പ്രദായത്തെക്കുറിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിന് വേറൊരു കാര്യം അറിയാമായിരുന്നു. രാജാ റാം മോഹൻ റായ് പേരുള്ള ആളാണ്. അദ്ദേഹത്തിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ വില്യം രാജാ റാം മോഹൻ റായിയുടെ പിന്നാലെ കൂടി. അദ്ദേഹത്തോട് സതി എന്ന ഈ ദുരവസ്ഥയ്ക്കെതിരെ സംസാരിച്ചു. അദ്ദേഹം അത് ബോധ്യപ്പെടുത്തി. രാജാ റാം മോഹൻ റായ് തൻ്റെ സ്വാധീനവും കഴിവും ഉപയോഗിച്ച് സതി നിർത്തലാക്കി. സതി നിർത്തലാക്കിയതിൻ്റെ പ്രയോജനം ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വില്യം എന്ന് പറയുന്നയാളെ ഇന്നും ആരും അറിയില്ല. അദ്ദേഹം ഇന്നും ഒരു ന്യൂനപക്ഷമാണ്. ഒരല്പം പുളിപ്പ്, അല്പമേ ഉള്ളൂ. ബംഗാളിൽ ഏതോ ഒരു മൂലയിലിരുന്ന് വില്യം കേരി എന്ന വ്യക്തി രാജാ റാം മോഹൻ റായിയോട് സംസാരിച്ചു. അതുമാത്രം. അതിൻ്റെ ഫലമോ ഇന്ത്യയെപ്പോലെ 100 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് തെറ്റായ ഒരു സമ്പ്രദായത്തെ നിർത്തലാക്കാൻ തനിക്ക് കഴിഞ്ഞു. ഇതാണ് പുളിച്ച മാവ് ചെയ്യുന്നത്. ദൈവരാജ്യം വളരെ ചെറുതായിരിക്കും. അത് ചെറുതായി തന്നെ ഇരുന്നാലും വലിയ സ്വാധീനം അതിനുണ്ട്. ഇത് അനേക കാര്യങ്ങളിൽ ശരിയാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവർ ന്യൂനപക്ഷമായിരിക്കും. പക്ഷേ അവർ ജീവിക്കുന്ന സമൂഹത്തെ മാറ്റാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. എന്ന് വെച്ചാൽ ഒരു ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അംശം വളരെ കുറവാണ്. പക്ഷേ ആ ഉപ്പ് ഭക്ഷണത്തിൻ്റെ രുചിയിലുണ്ടാക്കുന്ന മാറ്റം ആർക്കും നിരസിക്കാൻ പറ്റാത്തതുമാണ്. യേശു പറഞ്ഞു, ദൈവരാജ്യം പുളിച്ച മാവ് പോലെയാണ്.
അല്പമേ ഉള്ളുവെങ്കിലും അതിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. ഇതിനുശേഷം യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്ന് കാണുന്നു. തൻ്റെ അവസാനത്തെ യാത്രയായിട്ടാണ് സുവിശേഷങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. യെരുശലേമിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യും, താൻ കൊല്ലപ്പെടും. പക്ഷേ അതിനു മുൻപ്, യെരുശലേമിൽ എത്തും മുമ്പ് ഇസ്രായേലിലുള്ള എല്ലാ ഗ്രാമക്കാർക്കും പട്ടണക്കാർക്കും തൻ്റെ ശുശ്രൂഷയുടെ ഒരു അവസരം ലഭിക്കണം. അതിനുവേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തത്. ഈ കാര്യത്തിൽ താൻ ശമര്യരുടെ ഗ്രാമങ്ങളെപ്പോലും ഒഴിവാക്കിയില്ല. നാം അത് വായിക്കുന്നുണ്ട് പിന്നീട്. എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും താൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് താൻ ശിഷ്യന്മാരെ വിവിധ ഗ്രാമങ്ങളിലേക്ക് അയച്ചത്. താൻ പറയുന്ന സന്ദേശം, ഈ നല്ല വാർത്ത എല്ലാവർക്കും ലഭിക്കണം എന്ന് താൻ ആഗ്രഹിച്ചു. ഇന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാൻ പട്ടണങ്ങളിൽ നമുക്കൊരു അവസരം കിട്ടിയാൽ നാം ചെയ്യും. കാരണം അവിടെ ജീവിത സൗകര്യമുണ്ട്, 4 പേര് കാണും. ഗ്രാമങ്ങൾ ആരറിയാനാണ്? അവിടെ പോയോ പോയില്ലയോ എന്ന് ആരറിയാനാണ്? ഇങ്ങനെയാണ് പലരുടെയും മനോഭാവം. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നില്ല. താൻ എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോയി അവിടുത്തെ ജനങ്ങൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. തനിക്ക് അവസരങ്ങൾ ഇനി അധികമില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് താനത് ചെയ്തത്. അത് നമുക്കൊരു നല്ല മാതൃകയാണ്. നാം ആളുകളെ വ്യത്യസ്തരായി കാണരുത്. എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കുവാൻ, എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ നാം ഉത്സാഹിക്കണം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവരാജ്യം വളരെ ചെറുതാണെങ്കിലും അത് വളർന്ന് അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുന്നതാണ്. ദൈവരാജ്യം അത് ചെറുതെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അത് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വാസ്തവമാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അനവധിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ നിലയിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ മൂലം ദൈവരാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങളുടെ നമ്പർ 07247299191. നമ്പർ ഒരിക്കൽ കൂടി 07247299191. ഞങ്ങളുടെ വിലാസം വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വചനദീപം